തുടങ്ങാം. ഭാരതീയ ചിന്തയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാത്തിനും കാരണമായ ഒന്നിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതായിട്ടാണ്. അതുകൊണ്ട് ഈ പഠനത്തിലെല്ലാം ആ ഏകമായ ഒന്നിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അവരെന്തും തുടങ്ങുമ്പോൾ മനസ്സിനെ ഏകാഗ്രമാകുന്ന ഒരു ഉപാസനയോട് ചേർത്ത് വെച്ചാണ് ഇത് പഠിക്കുന്നത്. അനുഷ്ഠാന പ്രധാനമായ. പഴയ ആളുകളാണെങ്കിൽ വെളിയിൽ നിന്നൊരു മൂത്താശാരിയെ കൊണ്ടുവന്നാൽ, നമുക്കിഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവന്നാൽ അയാൾ നിങ്ങൾക്ക് വേഗം പ്ലാനും ഒക്കെ വരച്ചു തന്ന് വേഗം ഒന്ന് കുറ്റിയടിക്കുകയൊന്നുമില്ല. അയാൾ ആദ്യം പറയുക, നിങ്ങളുടെ ദേശത്തുള്ള ഈ തൊഴിൽ ചെയ്യുന്ന ഒരാളെ വിളിക്കണം എന്നാണ്. ദേശദേവതയെ അംഗീകരിക്കണം എന്നാണ്. അയാൾക്ക് ദക്ഷിണ കൊടുക്കാൻ നിങ്ങളോട് പറയും. തനിക്ക് ദക്ഷിണ തരാൻ അയാൾ പറയില്ല. ഇന്നാണ് അങ്ങനെ പറയുന്നെങ്കിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് വിചാരിക്കും. അയാൾക്ക് യാതൊരു തരത്തിലും അറിയില്ലാത്ത ഒരാളാണ്. അയാൾക്ക് കൊടുക്കാനൊരുങ്ങിയാലും അയാൾ പറയും അത് മതിയാവും. കാരണം അയാളുടെ പണത്തിനല്ല തൊഴിൽ ചെയ്യുന്നത്. അതിന്റെ വർക്ക് വേറെ, ഉപാസന വേറെ. തച്ചുശാസ്ത്രത്തിലെ ആ ദേശത്തിൻ്റെതായ വിശ്വകർമ്മ സങ്കല്പത്തിലേക്ക് അർപ്പിച്ച് കഴിഞ്ഞിട്ടേ ഞാനൊരു തൊഴിലാളി എന്ന നിലയിൽ പോലും തൊടൂ എന്നാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഇതെല്ലാം സൂക്ഷ്മമായ ചിത്തത്തിന്റെയും മനസ്സിന്റെയും കൽപ്പനകളായാണ് അവർ വിദ്യ പഠിക്കുന്നത്. ആധുനികർ വിദ്യ പഠിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും ലോകങ്ങളിൽ മാത്രമാണ്. ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളുടെയും ലോകങ്ങളിൽ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങൾ അത്രയും മനസ്സിന്റെ സൂക്ഷ്മലോകങ്ങളിലാണ്. ഇതാണ് അന്തരം. ഈ അന്തരം മനസ്സിലാക്കിയാലേ ഈ സംസ്കൃതി മനസ്സിലാവൂ. ഈ സംസ്കൃതി മനസ്സിലായാൽ മാത്രമേ ഈ ശാസ്ത്രവും മനസ്സിലാവൂ. ഇതാണ് വ്യത്യാസം. ഇത് ചിത്തസ്വരൂപാനുകാരത്തിൽ ഭാവിതമാണ്. ഇതെല്ലാത്തിലും ഉണ്ട്. വീട്, അടുക്കളയിലൊക്കെ ഉണ്ട് ഈ ചതുഷ്പാദ തന്ത്രം. സകല സ്ഥലത്തുമുണ്ട്. അപ്പൊ എല്ലാത്തിനെയും ഏകമായ ഒന്നിലേക്ക് ഏകാഗ്രമാക്കി സമാധിയിലേക്ക് ഉയരുക. തൊഴിലും അതിനുള്ളതാണ്. അല്ല കുറച്ച് പൈസ ഉണ്ടാക്കാനുള്ള അല്ല തൊഴിൽ. പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ വേഗത്തിൽ പോകും. പൈസയ്ക്ക് വേണ്ടി ഒട്ടേറെ ദുഃഖിക്കുന്നവരാ മനുഷ്യർ. പൈസ എന്തിനാ? പൈസ എന്തിനാ? എന്തിന്? സുഖത്തിന്. സുഖസാധകമാണ് ധനം, ദ്രവ്യമല്ല. പഴയ ആളുകൾക്ക് അതറിയാം. സുഖസാധകമായ ധനമല്ലാതെ ഒന്നും അവർ സമ്പാദിക്കില്ല. നിങ്ങളോ ആദ്യം ധനമാണ് സുഖം തരുന്നതെന്ന് ഒരു ചിന്ത, എന്നിട്ട് അതിനായിട്ടുള്ള ക്ലേശങ്ങൾ, വിദ്യാഭ്യാസം, അത് കഴിഞ്ഞ് ക്ലേശിച്ച് ധനം സമ്പാദിക്കാനുള്ള ഓട്ടം, അത് കഴിഞ്ഞ് ഈ ക്ലേശങ്ങൾ മാത്രം നേടി അതിനേക്കാൾ വലിയ ക്ലേശത്തിൽ പെടുമ്പോൾ ഈ സമ്പാദിച്ച ധനം ഒരു വിലയില്ലാതെ വരിക. അത് മുഴുവൻ അതേപോലെ തന്നെ ചിന്തിച്ചു നിൽക്കുന്ന പിള്ളേരുടെയും മക്കളുടെയും ലോകങ്ങൾ ഉണ്ടാക്കി ധനമാണ് തന്റെ സുഖം എന്ന് വിചാരിക്കുന്ന ഭിഷഗ്വരന്മാർക്ക് കൊടുക്കുക.
അവസാനം ചത്തുകെട്ട് പോവുക. ഇത് മേടിച്ച് അവൻ അതിനേക്കാൾ ദുഃഖിയായി ജ്യോതിഷിക്ക് കൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് ഇതിനെ ചക്രം കറങ്ങുന്നത് എന്ന് പറയുന്നു. ഇത് ആപത്തിയാകുമ്പോൾ ചാക്രികാപത്തി എന്ന് പറയുന്നു. വിഷ്യസ് സർക്കിൾ. ഇതാണ് പണത്തിന്റെ ആധുനിക നിർവചനം. അല്ല, അത്യന്താധുനിക നിർവചനം. ശരിയാണോ എന്ന് ആലോചിച്ച് നോക്ക്. ആണോന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഉള്ളതിനേക്കാൾ സുഖം തേടി ഉള്ള സുഖം കളഞ്ഞ് ക്ലേശിക്കുകയാണ്. ശരിയാണ്. അവൻ അപ്പോ തന്നെ അറിയാം ഇപ്പൊ ക്ലേശാ വരുന്നത്. ക്ലേശിച്ച് സുഖം വരില്ല. വർത്തമാനത്തിൽ ക്ലേശിച്ചാലും ഭാവിയിൽ ഒരു സുഖം വരുമല്ലോ എന്നാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ക്ലേശത്തിൽ നിന്ന് കൂടിയ ക്ലേശമല്ലാതെ ക്ലേശത്തിൽ നിന്ന് സുഖമുണ്ടാവില്ല. അതുകൊണ്ട് ക്ലേശിക്കരുത്. അക്ലേശയിത്വാചാത്മാനം. മനസ്സിനെ അല്പം പോലും ക്ലേശിപ്പിക്കരുത്. സന്തുഷ്ടമായൊരു മനസ്സിൽ നിന്ന് മാത്രമേ സന്തുഷ്ടമായ സന്ദേശങ്ങളും സന്തുഷ്ടമായ ശാസ്ത്രങ്ങളും സന്തുഷ്ടമായ ജീവിതക്രമങ്ങളും ഉണ്ടാവൂ. ആർക്കു വേണ്ടിയും ക്ലേശിക്കരുത്. ഇതാദ്യം തീരുമാനിക്കണം സാധനയിൽ. ഈ വിദ്യാഭ്യാസം ഉണ്ടോ? ഇത് നിങ്ങളുടെ പിള്ളേർക്ക് കിട്ടുമോ? വിദ്യാഭ്യാസം ഇത്രയുള്ള ആകെ അവരെല്ലാം അതുകൊണ്ട് അവർ രൂപപ്പെടുന്നത് വളരെ രസകരമാണ്. അതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുള്ളൂ, അതും പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. ഒരുപാട് വിശദീകരണങ്ങളുണ്ട് അവർ. അതില് ഒന്നിൽ മറ്റൊന്ന് വേദിക്കാതെ ശരിക്ക് കാണാവുന്ന പദം ഏകാശീതി പദമാണ്. അതിന് മാത്രമുള്ള ഗുണം ശാസ്ത്രത്തിൽ. ബാക്കിയുള്ളതിൽ വേദിക്കും അല്പാൽപമായി. അതുകൊണ്ട് അത് എല്ലാ പദങ്ങൾക്കും ശ്രേഷ്ഠമായിത്തീരുന്നു. ഏകാശീതി എന്ന് പറഞ്ഞാൽ 9 ഗുണം 9. അതിന് മാത്രമേ ഉള്ളൂ ഈ ഗുണം. അതുകൊണ്ട് അംഗവർഗ പദത്തിന് മറ്റു പദങ്ങളെക്കാൾ പ്രാധാന്യവും പ്രാമാണ്യവും ഉണ്ട്. അംഗവർഗം ഗൃഹനിർമ്മാണത്തിനുപയുക്തങ്ങളായ മറ്റു കണക്കുകളുടെയെല്ലാം ആദി ജന്മസ്ഥാനമായി അതുകൊണ്ട് കണക്ക്. ഗൃഹത്തിന്റെ പര്യന്തം ചുറ്റളവ് എന്നൊക്കെ പറയും. കോലും ശിഷ്ടാങ്കുലവുമായിട്ടാണ് സാധാരണ കാണുക. യവാദിമാനങ്ങൾക്കവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് യവാദിമാനങ്ങളൊന്നും അതിന് കണക്കിലെടുക്കാറില്ല. അപ്പൊ 81 എന്ന സംഖ്യ അങ്കുലമായി കൽപ്പിക്കുമ്പോൾ അതിന് 3 അരയ്ക്കാൽ കോൽ അളവുണ്ട്. അത് വെച്ചിട്ട് അവര് കണക്കാക്കി പോരുന്നു. ഇങ്ങനെ അതിനെ കണക്കാക്കി വരുമ്പോൾ അതിന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഇങ്ങനെ ആ അവസ്ഥകളുണ്ട്. ഈ അവസ്ഥകളും കണക്കാക്കും. ഓരോ അവസ്ഥയ്ക്കും ഗർഭവാസത്തിലുള്ള പരിണാമം തന്നെ അവർ സ്വീകരിക്കും. ഗർഭവാസമുണ്ട്. അങ്ങനെ വന്നാൽ ഗർഭവാസം 3 അരയ്ക്കാൽ, ബാല്യം 3 അരയ്ക്കാൽ, കൗമാരം 3 അരയ്ക്കാൽ, യൗവനം 3 അരയ്ക്കാൽ, വാർദ്ധക്യം 3 അരയ്ക്കാൽ, ആകെ 16 കോൽ 21 അങ്കുലം വരും. ഇതിനെ വെച്ചിട്ടാണ് അവരുടെ കണക്കുകൾ പോകുന്നത്. ഇങ്ങനെയാണ് തച്ചുശാസ്ത്രം പോകുന്നത്. ഇത് വളരെ രസകരമാണ്. പഠിക്കാനും ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ രസകരമാണ്. അത് പഠിപ്പിക്കുമ്പോൾ ആരും ചോദിക്കില്ല എൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കില്ല. അതുപോലെ ക്ലിയറാണ്. അതാണ് ഗണിതം എന്ന് പറയുന്നത്.
അതിനെ ആസ്പദമാക്കി ഒട്ടേറെ പഠനങ്ങൾ, ഓരോ ദിക്കും ഓരോ വിധിക്കും, ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോയാൽ നമ്മളുടെ ആവശ്യം നിങ്ങൾ മറന്നുപോകും. നമ്മളുടെ ആവശ്യം ഈ ചിത്തത്തിന്റെ ഈ പോക്കിനെ തിരിച്ച് ഏകാഗ്രമായ ഏകാംഗത്തിലേക്ക്. മറ്റത് ധ്വജയോനി, അതുപോലെ തന്നെ അഗ്നികോണില് ധൂമയോനി, ഇങ്ങനെ ഓരോന്നും കാണണം. ആ യോനിക്കനുസരിച്ചുള്ള പ്രത്യേകതകൾ, അത് സ്ഥാനം മാറി ആയിക്കഴിഞ്ഞാൽ വരുന്ന ദൂഷ്യങ്ങൾ, ഇതെല്ലാം പഠിക്കണം. പിന്നെ അതിനനുസരിച്ച് വൃക്ഷങ്ങൾ, അതിനനുസരിച്ച് വീഥികൾ, ഇതെല്ലാം വരും. അപ്പൊ അങ്ങനെ പെരുക്കിയൊക്കെ ഒരുപാട് കണക്കുണ്ട്. കണക്കിൽ നിങ്ങൾക്ക് അത്ര വലിയ താല്പര്യം ഉണ്ടാകാൻ ഇടയില്ലാത്തതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദീകരണം നിങ്ങൾക്ക് ബോറടി. അതിനായിട്ടൊരു ക്ലാസ് ഉണ്ടാകുന്ന കാലത്ത് അങ്ങനല്ലേ നല്ലത്. അത് പഠിക്കുകയാണ് നല്ലത്. മറ്റേ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലാവുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും, കാരണം അവർക്ക് അവരുടെ അറിവിന്റെ ഒരു തലങ്ങളിലേക്ക് അത്. അപ്പൊ അത് വരാതെ, അപ്പൊ വേദാന്തവും ജ്യോതിഷവും എല്ലാം ഒരേ തലത്തിൽ നിന്നാണ് രൂപാന്തരപ്പെടുന്നത്. ഭാരതീയ വൈജ്ഞാനിക ശാഖകളെല്ലാം ഇങ്ങനെ ഒരേ തലത്തിൽ. ജ്യോതിഷവും ഇതുപോലെ തന്നെ പൊട്ടിവിടുക. അതിന് സംഖ്യാശാസ്ത്രത്തെ വെച്ച് തന്നെയാണ് അതും രൂപാന്തരപ്പെടുന്നത്. ആ സംഖ്യാശാസ്ത്രത്തെ വെച്ച് രൂപാന്തരപ്പെടുമ്പോൾ അതിന്റെ മധ്യത്തില് സൗരഭാവവും ചുറ്റും ഗോളങ്ങളും, അതിനെ ഭൗമ ചുറ്റുകൾ എന്നുള്ള നിലയിലാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അത് യവനശാസ്ത്രത്തിന്റെ സന്നിവേശം കൊണ്ടുണ്ടായതാണ്. ഇന്ന് ഉപയോഗിക്കുമ്പോൾ 12 രാശികളാണ്. അത് ഏകമായ കേന്ദ്രരാശിയിൽ നിന്ന്, അതായത് ലഗ്നാധിപത്യത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വരുന്നതാണ്. ഇതിനെ വെച്ചിട്ടൊരു ഗണിതവും ഒരു കണക്കും ഒക്കെ അതും ഇങ്ങനെ രൂപാന്തരപ്പെട്ടു. അത് വെച്ച് നിങ്ങൾ 28 നക്ഷത്രങ്ങൾ, അത് ഭൂമി ഒരു ഭ്രമണം ചെയ്യുമ്പോൾ 360 ഡിഗ്രി, മനസ്സിലായില്ല? അതിനെ വെച്ച് ആ രാശികൾ 12 കണക്കാക്കുന്നു. ആ 12-നകത്ത് പിന്നെ വരുന്ന നക്ഷത്രങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചുള്ള കണക്കുകൾ, ഇതെല്ലാം പൊട്ടിപ്പിരിഞ്ഞു പോകുന്നത് ചിത്തത്തിൽ നിന്നാണ്. ഇതിനെ വെച്ച് ജ്യോതിഷം, അതും ഈ പറഞ്ഞ പോലെ അതിനായിട്ട് പഠിക്കാൻ അല്പം ശ്രമിച്ചാൽ രസകരമായ പഠനമാണ്. അതിന്റെ ഗണിത യുക്തികളെല്ലാം ഏതൊന്നിൽ ഏകമായിരിക്കുമ്പോൾ തൃപ്തമാകാതെ വരുന്നുവോ അപ്പോൾ അത് കണ്ടെത്തുകയല്ല, അവിടുത്തെ അതൃപ്തികൾ കാരണം ഏകത്തിലേക്ക് പോവുകയാണ്. ഇന്നങ്ങനെയല്ല പോകുന്നത്. വിഷയങ്ങളുടെ തലത്തിൽ പരിഹരിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നോക്കണം. ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ പരിഹരിക്കാത്തതാണ് പ്രശ്നമെങ്കിൽ മനസ്സിന്റെ തലത്തിൽ നോക്കണം. മനസ്സിന്റെ തലത്തിൽ പരിഹരിക്കാത്തതാണെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ നോക്കണം. പറ്റിയില്ലെങ്കിൽ ചിത്തത്തിന്റെ തലത്തിൽ നോക്കണം. ഇങ്ങനെയാണ് കയറി പോകുന്നത്. ഇന്ന് വിഷയങ്ങളുടെ തലത്തിൽ പരിഹരിക്കാത്തതിന് വീണ്ടും വിഷയങ്ങളുടെ തലത്തിൽ പ്രശ്നം വെക്കുകയാണ്. മനസ്സിലായില്ല? അതുകൊണ്ടാണ് ഞാനത് പറയാത്തതും. ജ്യോതിഷം പയ്യൊന്ന് വിട്ടതും അതുകൊണ്ടാണ്. ജ്യോതിഷികളൊക്കെ വിഷയതലത്തിൽ പരിഹാരം തേടുകയാണ്. എന്റെ ക്രിയകളെല്ലാം വിഷയതലത്തിലാണ്. നിങ്ങളൊരു ക്രിയ ചെയ്തു, ഒരാളെ കണ്ടു, ഒഴിവ് കണ്ടു, അയാളെ കൊണ്ട് ക്രിയ ചെയ്യിപ്പിച്ചു, അതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചില്ല. ജ്യോതിഷി സമർത്ഥനാണെങ്കിൽ വിഷയതലത്തിലെ പരിഹാരം പര്യാപ്തമാകുന്നില്ല. ഒന്നുകിൽ നിങ്ങളുടെ മനസ്സ്, അല്ലെങ്കിൽ കർമ്മത്തെ ചെയ്തയാളിന്റെ മനസ്സ് അശുദ്ധമാണ്. അതിനുപയോഗിച്ച ദ്രവ്യങ്ങൾ അശുദ്ധങ്ങളാണ്. ദ്രവ്യത്തിന്റെ അശുദ്ധി, ആചാര്യന്റെ അശുദ്ധി, ഇവ ഇത്രയും ധനത്തെ ചെലവഴിച്ചു കഴിഞ്ഞു, ഇനി ആ വഴിക്ക് നീങ്ങണ്ട. മനസ്സിലായില്ല? ഇങ്ങനെയാ പറഞ്ഞു തരണ്ടേ. അതിലും കൂടി ഒരാളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അവസാനം നിങ്ങൾ കുത്തുവാള എടുക്കും, ജ്യോതിഷത്തെ കുറ്റു പറയും.
ജ്യോത്സ്യനും കർമ്മിയും കൂടെ രക്ഷപ്പെടും. ജ്യോത്സ്യനെ തന്നെ ആക്കണ്ട, ഒരു കൂട്ടായിട്ട് രക്ഷപ്പെടുകയില്ല. ഇത് അവിടെ പൊട്ടും. അവൻ ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ കാണും. ഡോക്ടർക്ക് ജ്യോതിഷിയിൽ വിശ്വാസം. വണ്ടി മേടിക്കാൻ നേരത്ത് നമ്പരിടാൻ ജ്യോതിഷിയെ പോയി കാണും. കേരളത്തിൽ നിന്ന് ഡോക്ടർ ജ്യോതിഷിയെ കണ്ട് നമ്പരും ഒക്കെ ഇടിച്ച് കറക്റ്റായിട്ട് ഇവിടുന്ന് രോഗികളോട് പിടിച്ചു മേടിച്ച പൈസ അവന്റെ കാൽക്കൽ വെറ്റിലയും ചേർത്ത് വെച്ച് തൊട്ട് തൊഴുത്. രോഗി വെറ്റില ചേർത്ത് വെക്കുന്നില്ല, വെറുതെ കൊടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് തൊഴുത് ശാന്തിർ ഭവതു എന്നൊക്കെ പറഞ്ഞ് ജ്യോതിഷി അനുഗ്രഹിച്ച് വിട്ട് ശാന്തിയാകുമെന്ന് വിചാരിച്ച് മേടിച്ചത് അവിടെ കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ ഇയാൾ ഈ കാശും കൊണ്ട് മംഗലാപുരത്ത് പോയി KMCയിൽ ആ കാശ് കൊടുത്തായിട്ട് വരും. മനസ്സിലായില്ല? ഇതാണ് ഈ ചക്രം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചക്രം. ഇത്രയേ ഉള്ളൂ ഈ പണി. ഇത് ചക്രം ആകാതിരിക്കണമെങ്കിൽ ക്രമം മനസ്സിലാക്കണം. മനസ്സിലാക്കി നമുക്ക് തന്നെ പരിഹരിക്കാൻ പ്രശ്നം. വിഷയങ്ങളിൽ പരിഹരിക്കപ്പെടാത്തതൊന്നും വിഷയങ്ങളിൽ ചിന്തിക്കരുത്. ഇന്ദ്രിയങ്ങളിൽ പോണം. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് കയറി പോണം. അങ്ങനെ കഴിയുന്ന ഒരുവൻ എല്ലാ പരിഹാരവും തന്നിൽ തന്നെ രൂപാന്തരപ്പെടും. ഇത് വിദ്യ. അങ്ങനെ ഉള്ളിടത്ത് കൂലിത്തല്ലുകാരും കൂലിത്തൊഴിലാളികളും വേണ്ടിവരില്ല. മനുഷ്യന് ഒരുപാട് ധനമൊന്നും ഉണ്ടാവില്ല, മാന്യമായ ജീവിതം ഉണ്ടാവും. പൗരാണികർക്ക് ഇന്നത്തെ പോലുള്ള ആഡംബരങ്ങൾക്ക് സാധ്യതകളില്ലായിരുന്നു, പക്ഷെ മനസ്വസ്ഥതയുടെ ജീവിതം ഉണ്ടായിരുന്നു. ഇത്രയും പുരോഗതി ഉണ്ടോ? ഇല്ല. ഇല്ലെന്ന് തന്നെ ഉത്തരം. ഇത്രയും അസ്വസ്ഥതയും ഇല്ലായിരുന്നു. മനസ്സിലായില്ല? നിങ്ങളൊരു ചോദ്യം ചോദിച്ചാൽ, ഇന്ന് ഞങ്ങളൊക്കെ വരുന്ന പോലെ ഡൈ ചെയ്തും പൗഡറിട്ടും 1000 രൂപയുടെ സാരി ഉടുത്തുമൊക്കെ വരാൻ പറ്റുമായിരുന്നു. എൻ്റെ അമ്മയ്ക്കും അപ്പൂപ്പനും ഒക്കെ പറ്റുകയില്ലായിരുന്നു. ഉടുക്കാതെ തന്നെ ചിലപ്പം വന്നിട്ടുണ്ടാവും. പക്ഷെ ഉടുക്കാതെ വന്നാലും വേറൊരാൾ കണ്ടാൽ ഉപദ്രവിച്ചിരുന്നില്ല. നിങ്ങൾ ഉടുത്തിട്ട് ഉപദ്രവിക്കുക. ഇത്രയുള്ള വ്യത്യാസം. കാരണം വിദ്യയുടെ 2 തലങ്ങളായി. ഇത്രയുള്ള വ്യത്യാസം. അതാണോ നല്ലത്, ഇതാണോ നല്ലത്? ഇതാണോ നല്ലതെങ്കിൽ ഇത് തുടരാം. അത് നല്ലതാണെന്ന് തോന്നുന്നവർക്ക് ആ സംസ്കൃതിയിലേക്ക് തിരിച്ചു പോവാം. അല്ലാതെ ഇതൊക്കെ കാരണം ചില ആളുകളെ അങ്ങ് പഠിപ്പിച്ച് എല്ലാവരും കൂടെ മാറിയാൽ വലിയ അപകടമാണ്. ഇതൊരു കുറഞ്ഞ ആളുകൾക്ക് ആനന്ദത്തിനുള്ള ഉപാധിയാണ്. ഇതിന് മനസ്സാ വഴി കൂടെ പോകണം. ഇന്ദ്രിയപരതയുടെയും വിഷയപരതയുടെയും ഒക്കെ ലോകങ്ങളിൽ നിന്ന് വിട്ട് തൻ്റെ മനസ്സിന്റെ ലോകങ്ങളിലേക്ക് കൂടി പോകുമ്പോൾ വലിയൊരു ലോകം ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവന്റെ ഇന്ദ്രിയപരമായ ലോകം കണ്ട് രസം തോന്നും. അപ്പോഴാണ് രസം വരുന്നത്. അത് മേടിക്കാൻ ഇത് മേടിക്കാനൊക്കെ ഓടുന്നത്, അതുണ്ടാക്കാൻ ഇതുണ്ടാക്കാനൊക്കെ ഓടുന്നത്. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് അതിൽ ഞങ്ങളൊക്കെ കയറി ആറാടി തിമിർത്ത് പോകുന്നത്. അതിലാണ് ഇതിന്റെ രസം. നമ്മളിത് ക്ലേശിച്ചുണ്ടാക്കിയാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇനിയും എന്തൊരു ടെൻഷനായിരിക്കും. പെട്രോൾ അടിക്കാൻ പെട്രോളുണ്ടോ? പെട്രോൾ ഏത് പമ്പിലാണ് കിട്ടുന്നത്? എങ്ങനെ വഴി? എന്തൊരു കഷ്ടപ്പാടാണെന്ന് ആലോചിച്ചുണ്ട്. ഇതിലിരിക്കുമ്പോൾ സ്വാമിയാർക്ക് അറിയണോ ഇത് പെട്രോൾ കൊണ്ടാണോ ഓടുന്ന, മൂത്രം ഒഴിച്ചാണോ ഓടുന്നത്? ഒന്നും അറിയണ്ട അല്ലേ? ചക്കി കുത്തും, 10,000 പേരും, അമ്മ വെക്കും, ഞാനും. It's a wonder, isn't it? It is the real wonder. ഈ പ്രപഞ്ചത്തിൽ നിന്ന് ആലോചിച്ച് നോക്കി, ഇതിനാകെ എന്താ നേടണ്ടേ? ഒരു പ്രണവം. ആകെ 62 പ്രണവം അറിയണം, ഓങ്കാരം. അല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല.
എങ്ങോട്ട് വിദ്യയെ കൊണ്ടുപോകുന്ന, ഏത് തരത്തിലും വിദ്യയെ ഉന്നതമാക്കാവുന്ന, ഏതും സാംശീകരിക്കാവുന്ന. ഇനി ലോകത്ത് നോക്കി കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. ലോകത്തുള്ള ശബ്ദമൊക്കെ ഇന്നതൊക്കെയാണെന്ന് ഈ പ്രണവം വ്യവച്ഛേദിച്ച് പറഞ്ഞു തരും. അത്ര വലിയൊരു അറിവ്. അപ്പൊ എല്ലാ ശാസ്ത്രവും ക്ലിയറായി. ജ്യോതിശാസ്ത്രവും സംഗീതശാസ്ത്രവും ശില്പശാസ്ത്രവും സംഗീതവും ഇങ്ങനെ തന്നെയാണ്. ഓംകാരം, അതിൽ നിന്ന് സപ്തസ്വരങ്ങൾ, ആ സപ്തസ്വരങ്ങളിൽ നിന്ന് അവയുടെ ചേർച്ചകൾ, അതെല്ലാം ഗണിതയുക്തിയിലാണ്. സംഗീതം പഠിക്കണേ ഗണിതം പഠിക്കണം. ഒരു രാഗത്തിന്റെ തോന്നലുളവാക്കാവുന്ന രാഗങ്ങളുണ്ട്. മനസ്സിലായില്ല? ഭാവം കൊണ്ട് അവയൊക്കെ ഇതിൽ നിന്നാണ് പൊട്ടിപ്പൊട്ടി വരുന്നത്. അത് സാധനമുണ്ട്, സാധനമുണ്ട്. ഉപാസന കൊണ്ട് മാറും, മാറ്റാൻ പറ്റും. സംശയമില്ലാത്ത കാര്യം. നല്ല ഉപാസന ഉണ്ടേ നിരയാവൂ. നല്ല ഉപാസന വേണം. പ്രണവത്തെ ഉപാസിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും. ഓരോന്നിനെ ഉപാസിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പ്രണവത്തെ ഉപാസിച്ചാൽ കിട്ടും. സംശയമൊന്നുമില്ല. അതിലൊരു അല്പം ഗണിതയുക്തിയിൽ കുറച്ച് സമയം പഠിക്കേണ്ടത് താളബോധം മാത്രമേ ഉള്ളൂ. മറ്റതത്ര വിഷമമൊന്നും ഉള്ളതല്ല. താളം കിട്ടാനേ പ്രയാസമുള്ളൂ. അത് ജന്മനാ കിട്ടിയവനാണെങ്കിൽ സുഖം, ഇല്ലെങ്കിൽ കുറച്ച്. എന്നാലും താളപ്പിഴ വരും. ജന്മനാ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊരു ചെറിയ പിഴവ് വരും. കാരണം താളം നിങ്ങളുടെ രക്തചംക്രമണത്തിന്റെയും നിങ്ങളുടെ ഇന്ദ്രിയാവൃത്തികളുടെയും ഒക്കെ ആകത്തുകയാണ്. അതിനൊരു താളമുണ്ട്, അതറിയുമോന്നറിയില്ല. ആ താളത്തെ പറ്റി ബോധമില്ലാതെ വരുമ്പോഴാണ് ഈ താളപ്പുഴ വന്ന് അവിടെയൊക്കെ ബ്ലോക്കും വെള്ളമൊക്കെ വരുന്നത്. അല്ലാതെ കഴിക്കുന്ന ആഹാരമൊന്നും കൊണ്ടൊന്നും അല്ല ബ്ലോക്ക് വരുന്നത്. എന്നിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആഹാരമൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. എടങ്ങരിയുടെ ചോറും നാഴിപ്പരിപ്പ് കറിയും 2 കുടം നെയ്യും 6 പപ്പടവും പൊടിച്ചിട്ട് വലിയ ഉരുളകളായി ഉരുട്ടി വിഴുങ്ങി, അത് കഴിഞ്ഞ് സാമ്പാർ ഒഴിച്ചുണ്ട്, അത് കഴിഞ്ഞ് കുറുക്കുകാളൻ ഒഴിച്ച് തട്ടി, അതും കഴിഞ്ഞ് നല്ല പായസവും കുടിച്ച്, അത് കഴിഞ്ഞ് മോരും കൂട്ടിയുണ്ട്, നേരെ മലന്ന് കിടന്ന് കുറച്ചു നേരം ഉറങ്ങി, ഉച്ചയ്ക്കോ മയങ്ങി, പിന്നെ വന്ന ചാരുകസേരയിൽ കിടന്ന പഴയ കാരണവന്മാർക്കൊന്നും ഒരു ഹാർട്ടും ബ്ലോക്കും വന്നില്ലെങ്കിൽ മനസ്സിലായില്ല. താൻ ഉദ്യോഗസ്ഥനാണെന്നും ഉന്നതനാണെന്നും ഒക്കെ വരുത്തി തീർക്കാൻ ആരെങ്കിലും വിളിച്ച് ആഹാരം തന്നാൽ ഒരു ഇഡലിയുടെ ഒരു കഷ്ണം മാത്രം അതിൽ നിന്ന് ഒടിച്ച് കഴിച്ച് മതിയെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് സദ്യകളിലും ആഡംബരങ്ങളിലും ഒക്കെ പോകുമ്പോൾ കൈ നനച്ച് കാണിച്ചുണ്ടുവെന്ന് വരുത്തി തീർത്ത് പോന്ന നീർക്കോലികൾക്കെല്ലാം ഹാർട്ട് അറ്റാക്കും ബ്ലോക്കും ഒക്കെ വരുന്നെങ്കിൽ അവന്റെ വിദ്യാഭ്യാസം കൊണ്ടും വിവരക്കേട് കൊണ്ടും വരുന്നതാണ് ആഹാരത്തെക്കാൾ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എല്ലാം ഒരുമാതിരി നീർക്കോലി പരുവത്തിലാണ്. വെള്ളത്തിൽ നിന്ന് കയറിയാൽ അവനൊക്കെ മൂർഖനാവും, അത് വേറെ. നിങ്ങൾക്കൊക്കെ ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളെന്നെ കൈകാര്യം ചെയ്യാതിരിക്കുന്ന എന്റെ അച്ഛൻ്റെ അമ്മയുടെയും സുഹൃതം. ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ട കാലമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇത് ശരിയല്ലെന്ന് ആലോചിച്ച് ശരിയല്ല. തമാശയാണെങ്കിലും അത് ശരിയല്ലേ? എന്തോ വ്യത്യാസം. എവിടുന്നാ ഇതൊക്കെ വരുന്നത്? ബോധത്തിൽ നിന്ന്. എന്റെ ബോധത്തെ സംക്ഷോഭങ്ങളില്ലാതെ ഏറ്റവും മധുരോദാരമാക്കി മാറ്റാൻ ഒരു വിദ്യയുണ്ട്. അതാണ് ചിത്തസ്വരൂപാനുകാരം. അതായത് ഇന്ന് പഠിക്കേണ്ടത്. ഇത് പഠിച്ചാൽ ഏകാഗ്രമാണ്.
അപ്പൊ നമ്മള് വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇനി അഹങ്കാരം. അഹങ്കാരവും അജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനം, ഗർവ മുതലായവയാൽ സാധ്യമെന്ന് ധരിക്കുന്നു. അഹങ്കാരത്തെ അജ്ഞാനികൾ ഗർവ കാരണമായും അഭിമാനം കാരണമായും സാധ്യമെന്ന് ധരിക്കുന്നു. അങ്ങനെ ഒരിക്കൽ ധരിച്ചു പോയാൽ അവർക്ക് പിന്നെ ഒരിക്കലും ഡെവലപ്മെന്റ് ഇല്ല. ഇത് അഹങ്കാരത്തിൽ ആവൃതമാണ്. അഹങ്കാരം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ അഹങ്കാരത്തെ സാധ്യമാണ് എന്ന് കരുതിയാൽ അഹങ്കാരവും സാധനമാണ്, സാധ്യമല്ല. സാധ്യമെന്ന് ധരിക്കുവാൻ കാരണം അഭിമാനവും ഗർവുമാണ്. വിദ്യാഭ്യാസം അതിന്റെ പരമമായ പ്രയോഗത്തിൽ അഭിമാനവും ഗർവും ഉണ്ടാക്കുന്നു. എല്ലാ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഗർവിലധിഷ്ഠിതമാണ്. കിട്ടേണ്ടത് എല്ലാ വ്യവസ്ഥാപിത വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ഗർവിൽ അധിഷ്ഠിതമാണ്. അറിവ് വിനയാന്വിതമാണ്. നോക്കിയാൽ മതി. പണ്ട് 10ാം ക്ലാസ് വരെ പഠിച്ചവനാണ് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കളക്ടർ വരെയുള്ള പദവികളിൽ ഇരുന്നിരുന്നത്. പടിപടിയായിട്ട് ചെന്നു. ഇന്നും പലപ്പോഴും പല ഓഫീസുകളിലും അവരെഴുതിയ പേപ്പറുകൾ നോക്കി എഴുതിയാണ് പല റിപ്പോർട്ടുകളും ഉണ്ടാക്കുന്നത്. സായിപ്പിന്റെ കാലം മുതലുള്ള പല ഓർഡറുകളും എടുത്തു വെച്ചാണ്. എന്തിന്? നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ട്രസ്റ്റുകൾ പോലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്നതിന്റെ തുടക്കമായിട്ട് കോപ്പി അടിക്കുക. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 4 പേര് കൂടി ട്രസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ വേറെ ആരെയല്ല കാണുന്നത്. നിങ്ങൾ രജിസ്ട്രാറെ പോയി കാണുമ്പോൾ അവിടുന്ന് ഒരു ക്ലർക്ക് ഉടനെ തന്നെ പഴയ ഒരെണ്ണം എടുത്തു തരും. അതിന്റെ പേരിന്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് ചേർക്കും. അതിലെ ഗോപാലന്റെയും മത്തായിയുടെയും ഒക്കെ സ്ഥാനത്ത് രവിയും കിവിയും ഒക്കെ വരും. ഇത്രയുള്ള വ്യത്യാസം. സാധനം ഇങ്ങനെ മാറ്റിയാണ് കൊടുക്കുന്നത്. റൈറ്റ്. ഉദ്യോഗസ്ഥന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്, ജനങ്ങളോടല്ല. ശരിയാണ്. ഇത്ര പോലും സ്വന്തം ബുദ്ധി പ്രയോഗിക്കാതിരിക്കുമ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുന്ന അക്ഷരവും ഇവന്റെ സ്ഥാനവും മാനവും ഇവന്റെ വിദ്യാഭ്യാസ യോഗ്യതയും കൊണ്ടുള്ള ആ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിലെ ഇവന്റെ അഹന്ത ആ പഴയവനേക്കാൾ എത്ര മടങ്ങാണെന്ന് ആലോചിച്ചു നോക്കുക. ഉത്തരം അതെന്താ കുറവാന്നാ പറയുന്നത്? അതെന്താ വളരെ കൂടുന്നുണ്ട് അല്ലേ? ജനസേവകർ എന്നൊക്കെ പേര് പറയുമെങ്കിലും സേവനമൊന്നുമില്ല. ഉണ്ടോ? വല്ലാത്തൊരു അഹന്തയിലാണ് നിൽക്കുക. അഹന്തയും ഗർവും. പഴയ
സന്യാസി ശ്രേഷ്ഠന്മാരെ നോക്കുക, വിനയാന്വിതരും സാധനകളൊക്കെ അനുഷ്ഠിക്കുന്നവരും ഗർവില്ലാത്തവരും സൗമ്യമായി ഉപദേശിക്കുന്നവരും ഒക്കെ ആ പഴയ സ്വാമിമാര്. ശരിയല്ല? ഇപ്പോഴത്തെ സ്വാമിമാരെയൊക്കെ നോക്കുക. അവർ പറയുകയും ചെയ്തു, തെണ്ടികൾ, സ്വാഭിമാനമുള്ളവർ. അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ സന്യാസമല്ല, അതുപോലും അറിയില്ല. അഭിമാനം സന്യാസത്തിന്റെ ഗുണങ്ങളിൽ വിരുദ്ധമാണ്. മാനാപമാനങ്ങൾ ഇല്ലാതാകുമ്പോഴേ ഈ ദാനം വരുള്ളൂ. അതുപോലും അറിയില്ല. അത്ര ഗർവുണ്ടാവും. ഞാനൊക്കെ ആ പട്ടികയിലാണ് പെടുക, ഗർവില്ല. മറ്റുള്ളവരെ പറ്റി പറയുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക, എന്താ ഇങ്ങനെ വന്നേ? സാധ്യമായ അറിവിന്റെ ലോകങ്ങളിൽ നിന്ന് നാം എത്ര അകന്നിരിക്കുന്നു. ഗർവും അഭിമാനവുമാണ് അറിവ്. ഗർവിനെയും അഭിമാനത്തെയും ന്യായീകരിക്കാനുള്ളത് മാത്രമാണ് ശാസ്ത്രം. അനുഭവവേദ്യമാകാനുള്ളതല്ല ശാസ്ത്രം. ഇങ്ങനൊരു പഠിപ്പ് അജ്ഞാനികളിലൂടെ രൂപാന്തരപ്പെട്ട് ജ്ഞാനരൂപം പ്രാപിച്ചു നിലകൊള്ളുകയാണ്. ഞാൻ ഇന്നയാളിന്റെ മകനാണ് എന്നത് വിനയത്തിന്റെ ലക്ഷണമായ പണ്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. ഞാൻ ഇന്നയാളിന്റെ ശിഷ്യനാണ് എന്ന് വിനയമാണ് അയാളത് പറയിപ്പിച്ചിരുന്നത്. പറയാതെ തന്നെ എന്നെ മനസ്സിലായില്ലേ, ഞാൻ ഇന്നയാളിന്റെ അടുക്കാണ് ഇതൊക്കെ ഉൾക്കൊള്ളുന്നത്. ഇത് വിനയം കൊണ്ടാണ് പ്രകടാക്കുന്നത്. പിന്നെ ഞാൻ ആരുടെ ശിഷ്യനാണെന്നറിയോ? കത്തിയുടെ മുനയിലാണ് ഇന്ന് ശിഷ്യത്വം നിൽക്കുന്നത്. ശരിയല്ല? 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 ആലോചിച്ച് നോക്കുക. വിനയമല്ല അങ്കിതമാകുന്നത്. അതുകൊണ്ട് തന്നെ അഹങ്കാരം സാധ്യമാണെന്ന് അവർ കരുതുന്നു, സാധനമാണെന്ന് അവർ കരുതുന്നില്ല. അഹങ്കാരത്തിലൂന്നി അറിവില്ല. അപ്പോ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം അഹം ബ്രഹ്മാസ്മി ഭാവനയ്ക്കുള്ള സാധനാരൂപമാണ് അഹങ്കാരം. ഞാൻ ബ്രഹ്മമാണെന്ന് ഭാവന ചെയ്യാനുള്ള സാധനമാണ് അഹങ്കാരം. ഇത് ഒന്നിനുള്ളതല്ല. അജ്ഞാനികൾ ഞാൻ ധനികനാണ്, ഞാൻ മാനിയാണ്, ഞാൻ പണ്ഡിതനാണ് എന്നിങ്ങനെ അഭിമാനിച്ചിട്ട് അഹങ്കാരത്തെ സാധ്യമെന്ന് ധരിക്കുന്നു. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ അത് പ്രകടമാവും. ഞാൻ ധനികനാണ് എന്നൊരു നേരെ പറഞ്ഞില്ലെങ്കിലും ചില നേരെ പറയും. നേരെ പറയുന്നത് ഇന്ദ്രിയ തലത്തിലാണ്, ചില മനസ്സിന്റെ തലത്തിലാണ് ഇത് സൂക്ഷിക്കുന്നത്. അവര് വളഞ്ഞു പറയും. ഈ ലോകത്തെയും മറ്റുള്ളതിനെയും അംഗീകരിക്കാതെ ഒരു വളഞ്ഞ് ഞാൻ ധനികനാണ്, ഞാൻ പണ്ഡിതനാണ്, എനിക്കെല്ലാം അറിയാം, നേരെ പറയില്ല. നേരെ ഒന്ന് വളഞ്ഞൊന്ന്. അപ്പൊ ഞാൻ പണ്ഡിതനാണ്, അതുപോലെ തന്നെ ഞാൻ അഭിമാനിയാണ്. ഇതെല്ലാം അഹങ്കാരത്തിന്റെ സാധനാതലങ്ങളിൽ അറിയേണ്ടതാണ്. നിങ്ങൾ ഭാര്യയോട് ഇടപെടുമ്പോൾ, ഭർത്താവിനോട് ഇടപെടുമ്പോൾ, മക്കളോട് ഇടപെടുമ്പോഴൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടോ നോക്കി? ഇല്ല. തൻ്റെ ഒന്നും ഓചാരത്തിന് വേണ്ടി വന്നതല്ല, ഞാൻ കയ്യും വീശിയല്ലെങ്കിൽ ഒന്നേ പറയുക പറയുക പറയുവോ?
പറയല. പ്രകടിപ്പിക്കുവോ? പണ്ട് പ്രകടിപ്പിക്കല. കൊണ്ടുവന്നാലും പറയില്ല, വിനയം ഉണ്ടാവും. പണ്ടാണ് കൊണ്ടുവന്നിരുന്നത്. പാരമ്പര്യവും എല്ലാം പണ്ടാണ് കൊണ്ടുവന്നിരുന്നത്. ഇന്ന് പണവും കൊണ്ടുവന്നിരുന്നു. അന്ന് പണവും കൊണ്ടുവന്നാലും പറയില്ല. ഇന്ന് പറയും. തിരിച്ചും അത്ര തന്നെ ഊശിയാക്കാമെന്ന് നീ കരുതണ്ട. എന്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ തന്ന എന്താണെന്ന് എനിക്കറിയാം. ശരിയല്ല, അഹന്തയാണ്. ഈ അഹങ്കാര മമതകളിലാണ് ഈ ലോകം. അവർക്ക് ഈ ലോകത്തേക്ക് പ്രവേശനം അതുകൊണ്ടില്ല. അത് വാതിലടച്ചിരിക്കുകയാണ്. ആ വാതിൽ തുറന്ന് കിട്ടണമെങ്കിൽ ഈ അഹങ്കാരത്തെ സാധനയെന്ന് കാണുകയും വിനയാന്വിതമാവുകയും ചെയ്യാം. ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പ്രവേശിക്കൂ, യാതൊരു സംശയവുമില്ല. വളരെ ഉറപ്പിച്ചാണ്. അഹങ്കാരത്തെ സാധ്യമെന്ന് ധരിക്കാത്ത തത്വവേത്താവട്ടെ അഹം ബ്രഹ്മാസ്മി ഭാവന കൊണ്ട് പരിച്ഛേദങ്ങളെയെല്ലാം ഉച്ചാടനം ചെയ്തിട്ട് പൂർണ്ണത കൈവരിക്കുന്നതിന് അഹങ്കാരത്തെ ഉപയോഗിക്കുന്നു. അവൻ അങ്ങനെയാ ചെയ്യുന്നത്. ഓരോ അഹന്തയും പൊന്തുമ്പോൾ അവൻ തന്നിലുള്ള മമതാഭിമാനങ്ങളെ ഉച്ചാടനം ചെയ്യാൻ അത് ഉപയോഗിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന നിലയിൽ പരിഗണിക്കുന്നു. അഹങ്കാരത്തിന്റെ ഉപയോഗം അഹങ്കാരത്തെ നശിപ്പിക്കാനാകുന്നു, ഉണ്ടാക്കാനല്ല. ഇതാണ് സാധന. ഇങ്ങനെ വിഷയങ്ങൾ, ശരീരം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഇവയൊന്നും സാധ്യമല്ലെങ്കിൽ പിന്നെ വിഷയത്തിന്റെ കാര്യം പറയണോ? ഇപ്പൊ ശബ്ദസ്പർശാദി ഏവം ധനജനാദി വിഷയങ്ങളെ സമ്പന്നമാക്കുന്നതിന് ലോകം മഗ്നമായിരിക്കുന്നു. ഇങ്ങനെ വിഷയങ്ങളെ അതുപോലെ ശരീരാദികളെ സാധ്യമെന്ന് ധരിച്ച്, അവയാണ് നേടേണ്ടതെന്ന് ധരിച്ച് അവയുടെ സമ്പാദനത്തിൽ മുഴുകിക്കഴിയുക, അത് അനാത്മപദാർത്ഥങ്ങളിലുള്ള ഉണർവാണ്. ഇതിനെയാണ് ജാഗ്രത എന്ന് ഇവിടെ പറഞ്ഞത്. ഭൂതങ്ങൾ എവിടെയാ ഉണർന്നിരിക്കുന്നത്? അതിവിടെയാണ്. അതായത് ശബ്ദസ്പർശാദി ഏവം ധനജനാദി വിഷയങ്ങളെ സമ്പന്നമാക്കുന്നതിന് മഗ്നമായിരിക്കുമ്പോൾ വിഷയങ്ങളെ അതുപോലെ ശരീരാദികളെ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ സാധ്യമാണെന്ന് ധരിച്ച്, അതാണ് നേടേണ്ടത്. ഇത് ദൃഷ്ടനഷ്ടമാണ്, ഇത് നേടേണ്ടതല്ല. ഉള്ളത് ഉപയോഗിക്കലാണ്. അതുകൊണ്ട് പഴയ ആളുകൾക്ക് ഒരുപാട് ലാഭം ഉണ്ടായിരുന്നു. ശരീരത്തെ ഒന്നും അവർ പ്രാധാന്യേന കണ്ടില്ല. അവർക്ക് ചെലവ് കുറവായിരുന്നു. നിങ്ങളുടെയൊക്കെ ബഡ്ജറ്റ് എടുത്താൽ അത്യാവശ്യം വേണ്ട ആഹാരം, അത്യാവശ്യം വസ്ത്രം, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്ക് ചെലവാക്കുന്നതിൻ്റെ 10 മടങ്ങാണ് നിങ്ങളുടെ സ്ഥൂല ശരീരത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിൽ രൂപാന്തരപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവ്. എൻ്റെ ബഡ്ജറ്റ് തന്നെ എടുത്താൽ പല്ല് തേക്കാനുള്ള ബ്രഷ്, അതിനുള്ള പേസ്റ്റ്, പിന്നെ മുഖത്തിടാനുള്ള പൗഡർ, പിന്നെ അവിടെ ഇവിടെയൊക്കെ വയസ്സായതുകൊണ്ട് ചുളിഞ്ഞു തുടങ്ങി. 10-74 ആയപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ ചുളിയും. അപ്പോൾ ആ ചുളിഞ്ഞു തുടങ്ങിയതൊക്കെ ഒന്ന് നകത്താൻ വേണ്ടിയുള്ള പേസ്റ്റ്, പിന്നെ ഈ നരച്ചതൊക്കെ കറുപ്പിക്കാനുള്ള ഡൈ, എല്ലാം കൂടി ഒരു മാസം വലിയൊരു തുക എനിക്ക് തന്നെ ആവുന്നു. അപ്പോ അത്രയൊന്നും എനിക്ക് ഭക്ഷണത്തിനാകുന്നില്ല. മാത്രമല്ല ഭക്ഷണത്തിനുള്ള അരിയും തേങ്ങയൊന്നും വില കൂടിയിട്ടില്ല. പൽപ്പൊടിക്കും പേസ്റ്റിനും ബ്രഷിനും, ഡൈ ചെയ്യുന്ന ബ്രഷിനും ഡൈക്കും ഒക്കെ പെട്ടെന്ന് വില കയറുന്നത്.
കാരണം അത് അവശ്യ വസ്തുക്കളായി തീരുകയും ഭക്ഷണം ഒരു ആഡംബരമായി തീരുകയും ചെയ്യുക. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഈ കീഴ്മേൽ മറിക്കൽ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയുടെ ആഗമനത്തോടെ വളരെ കൂടിയിട്ടുമുണ്ടെന്നാണ് തോന്നുന്നത്. അതിന് പറ്റിയതായ പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒക്കെ കിട്ടിയതോടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഇല്ലാതെയുമായിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് ചിത്രം വിചിത്രം തവ എന്ന് ഒളപ്പമണ്ണയെ പോലെ പറയാൻ തോന്നുന്നത്. അല്ല, ശീവള്ളിയെ പോലെ. മനസ്സിലായില്ല? ശരിയല്ലെന്ന് ആലോചിച്ച് നോക്കിയ ചെലവെത്രയാണെന്ന്. എല്ലാ ആഡംബര വസ്തുക്കളും ഒരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ശരിയല്ല? അവശ്യ വസ്തുക്കളോടൊന്നും മനുഷ്യന് പ്രതിപത്തിയില്ലാതായിട്ടുണ്ട്. ഒരു ദിവസം അരി വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കടയിൽ നിന്ന് പൊറോട്ട മേടിച്ചിട്ടാന്ന് പറയും. വലിയ കാര്യമുള്ള കാര്യം. ഒരു ദിവസത്തേക്ക് വെള്ളമില്ല കിണറ്റിന്ന് വരാൻ കുഴപ്പമൊന്നുമില്ല, ഇന്ന് കുളിക്കണ്ടെന്ന് ഇരിക്കണം. കുളിക്കുകയൊന്നും വേണ്ട, കാരണം സ്പ്രേ അടിച്ചാൽ മതി. അല്ലാതെ സ്പ്രേ ബാത്ത്. ശരിയില്ല? ഡോക്ടർ എഞ്ചിനീയറും ആക്കണം കൊച്ചിനെ എന്ന് തോന്നിയാൽ കാലത്ത് ഏത് കൊച്ചിനെയാണ് കക്കൂസിലയക്കുന്നത്? ടീച്ചറിന്റെ വീട്ടിലൊക്കെ പിള്ളേർ കക്കൂസിൽ പോകുന്നുണ്ടോ? രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഡ്രസ്സ് പിടിപ്പിച്ച് വണ്ടി പഠിക്കാൻ നിൽക്കുന്നു, കേരള എന്നാ പറയും. ശരിയല്ല? വലിച്ചു കയറ്റി വണ്ടി എവിടെയുള്ളൂ. അവശ്യകർമ്മങ്ങളൊന്നും ഇന്ന് അവശ്യകർമ്മമല്ല. ശരിയല്ല? വിദ്യാഭ്യാസം കൂടിയപ്പോ ഇന്നത്തെ പിള്ളേരുടെ അവശ്യകർമ്മങ്ങളൊന്നും അവശ്യമല്ല. ശരിയല്ല? സുഗന്ധ ലേപനങ്ങളെടുത്ത് തലയിലേക്ക് പുരട്ടി ആ തലയൊന്ന് ചീകി പൗഡറും ഒക്കെ ഇട്ട് പൗഡറിട്ട് ശരിയായില്ല, ഒന്ന് തുടങ്ങിട്ട് ബ്രഷ് കൊണ്ടൊക്കെ തുടച്ച് ഇവനെയും കയറ്റി വിടുകയാണ് ടിപ് ടോപ്പിൽ സാധനമൊക്കെ ഇട്ട്. ശരിയല്ല? ടൈയും ബൂട്ടും ഒക്കെ കിട്ടി. അതൊക്കെ വേണം, നിർബന്ധമാണ്. ടൈ വേണം, ബൂട്ട് വേണം, കുളിക്കണ്ട, കക്കൂസി പോകണ്ട. എന്നിട്ട് ഇവനെല്ലാം കൂടെ മുറിയിലിരിക്കുമ്പം മുറിക്കാത്ത എയർ റിഫ്രഷർ വേറെ വെക്കണം. മനസ്സിലായില്ല? ക്ലാസ്സിൽ അധ്യാപകൻ ഇങ്ങനെ വന്നതുകൊണ്ട് അവനും കുഴപ്പമില്ല. വല്ലപ്പോഴും നമ്മളെങ്ങാനും വരെ കയറി പോയാലാണ് ബോധക്കേടുണ്ടാകുന്നത്. കാരണം വാതാവരണം എല്ലാം കഷ്ടമാണ്. ശരിയല്ല? ശരിയല്ല? നോയാ ഞാൻ പറയുന്നത്. അതിനകത്ത് തന്നെ കഴിക്കാൻ പറ്റുമോ? കാരണം അടിക്കരുതെന്ന് അച്ഛനമ്മ പറഞ്ഞു. വെച്ചോണ്ടിരുന്നോണം, നിങ്ങളും അങ്ങനെ ഇരുന്നോണം. സോ അതിനാണ് സോഷ്യലിസം, സമാനത. ഞാനതുകൊണ്ട് ഞാൻ അതിശയോക്തിയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ മിക്കവാറും ഒക്കെ നോക്കുന്നതാണ്. ഇതിനെല്ലാം മത്തി എടുക്കുന്ന പോലെ അടുക്കി വിടുമ്പോ ഏതാ കുടിക്കുന്നത്, ഏതാ പല്ല് തേക്കുന്നത്, അതൊക്കെ വൈകുന്നേരം വന്നിട്ട് നേരെയുള്ളപ്പം. ചിലർക്ക് ആഴ്ചയിലൊന്നാണ്. ഇതിനിടയ്ക്ക് ഭർത്താവ് എങ്ങാനും പറയാണ്, കുളിപ്പിച്ചിട്ട് വിട്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. വിടായിരിക്കും മനുഷ്യ, നിങ്ങളുടെ ഒരു കുളിയും തന്നെ. ഇവിടെ ലക്ഷ്മിക്കുട്ടിയുടെ മോള് നന്നായിട്ട് പഠിക്കുന്നു, 2 ട്യൂഷനാണ് പോകുന്നത്. ഇവിടെ 1 വിടുന്നുള്ളൂ. നിങ്ങളുടെ വരുമാനം തികയാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് വല്ല കൈക്കൂലിയൊക്കെ മേടിച്ച് ഇതിനെയും കൂടെ 2 വിടാനായിട്ട് നോക്ക്. അതിന് പകരം കുളിക്കണം, പല്ല് തേക്കണം. അതൊക്കെ ഡോക്ടറായി കഴിഞ്ഞിട്ട്, ഡോക്ടറും എഞ്ചിനീയറും ആയി കഴിഞ്ഞിട്ട് നമുക്ക് പല്ല് തേപ്പിക്കാം, കുളിക്കാം. അതുവരെ പല്ല് തേക്കാൻ വേണ്ട, കുളിക്കുകയും വേണ്ട. ഇവൻ ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ജനങ്ങൾ പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്യും. ശരിയല്ല? ശരിയല്ല? ഞാൻ പറഞ്ഞൊക്കെ അതിശയോക്തിയാന്ന് തോന്നുന്നു. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക.
അപ്പൊ ശബ്ദസ്പർശാദി സാധനങ്ങളെല്ലാം, ഈ വിഷയങ്ങളെല്ലാം സമ്പന്നമാക്കുന്നതിന്, അതിനെ മുഴുവൻ നേടുന്നതിന് ലോകം മഗ്നമായിരിക്കുകയാണ്. അവരാരും സുഖത്തെ സാധകമെന്ന് കരുതുന്നില്ല. അപ്പോ അനാത്മപദാർത്ഥങ്ങളിലുള്ള ഈ ഉണർവ്, അതാ നിങ്ങളെ യുദ്ധക്കളത്തിലെത്തിച്ചിരിക്കുന്നത്. അർജുന, നിങ്ങളെ ഈ യുദ്ധക്കളത്തിലെത്തിച്ചിരിക്കുന്നത് അതാണ്. ഇവിടെ നിൽക്കുന്ന യോഗി ഇതിലെല്ലാം ഉറങ്ങുന്നു, അതുകൊണ്ട് എനിക്ക് യുദ്ധമില്ല. നിങ്ങൾ ഉണർന്നിരിക്കുന്നു, നിങ്ങൾക്ക് യുദ്ധമുണ്ട്. ആ പഠിപ്പിന്റെ തലം നോക്കുക. ഞാൻ ആയുധങ്ങളില്ലാതെ യുദ്ധക്കളത്തിൽ വന്നിരിക്കുന്നു. എന്തേ കാരണം? എനിക്ക് യുദ്ധമില്ല. കാരണം ഞാൻ ഈ വിഷയപ്രപഞ്ചത്തിൽ ഉണർന്നിട്ടില്ല. ഈ വിഷയപ്രപഞ്ചത്തിന്റെ മധ്യത്തിൽ ഉണരാത്തവനായ യോഗിയെപ്പോലെ ഞാൻ നിൽക്കുന്നു. എന്റെ ബോധം അഹങ്കാര മമതകൾ വെടിഞ്ഞ് ആത്മാവിൽ ഉണർന്നിരിക്കുന്നു. നിങ്ങളുടെ ബോധം ഈ ജഗത്തിൽ ഉണർന്നിരിക്കുന്നു. ഇതാണ് അതിന്റെ സ്പഷ്ടമായ അർത്ഥം. ഇവിടെ ഭാഷ്യകാരൻ ശങ്കരാചാര്യർ വിലക്ഷണാർത്ഥത്തിൽ പറയുന്നു. ശങ്കരാചാര്യ സ്വാമികൾ ഇത് വേറൊരർത്ഥത്തിലാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകളിൽ, അതാണ് നമ്മൾ ഇട്ടുകൊണ്ട് ഈ വിശദീകരിച്ചത്. അത്രയും യസ്യാം എന്നതിന് ശരീരം, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണം ഏവം വിഷയരൂപി അനാത്മപദാർത്ഥങ്ങളിൽ എന്നിങ്ങനെ അർത്ഥം ഭാഷ്യത്തിലില്ല. അപ്പൊ നിങ്ങൾ പോയി ഭാഷ്യം പഠിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും വ്യാഖ്യാനമൊന്നും ഭാഷ്യത്തിലില്ല. ഭാഷ്യം എടുത്ത് പഠിച്ചാൽ അവിടെ യസ്യാം നിദ്രായാം സ്വപ്നലക്ഷണായാം എന്നേ ഉള്ളൂ. അത് പ്രത്യേകം ഓർക്കണം. ശങ്കരഭാഷ്യം യാമിശ സർവഭൂതാനി യസ്യാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാമിശ പശ്യതോ മുനെ എന്ന ശ്ലോകത്തിന്റെ ഭാഷ്യം എടുത്താൽ യസ്യാം നിദ്രായാം സ്വപ്നലക്ഷണായാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അത് ചേർത്തത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങളിത് പഠിച്ചേച്ച് പോയി കഴിയുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് ചിലര് ഇതിനെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അതർത്ഥം മനസ്സിലാകാത്തവർ, അർത്ഥം മനസ്സിലായാലില്ല. യസ്യാം നിദ്രായാം സ്വപ്നലക്ഷണായാം. നിദ്ര അഗ്രഹണം, സ്വപ്നം അന്യഥാഗ്രഹണം. ജാഗ്രത അവിടെ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ജാഗ്രത സ്വപ്നം തന്നെയാണ്. അതുകൊണ്ടാ പറയാത്തത്. ജീവിതം രണ്ട് തലങ്ങളോട് കൂടിയതാണ്. ഒന്ന് അഗ്രഹണം, രണ്ട് അന്യഥാഗ്രഹണം. അഗ്രഹണം നിദ്ര, നല്ല ഉറക്കത്തിൽ അഗ്രഹണമാണ്. പിന്നെ മുഴുവൻ സ്വപ്നം. ഈ ഇരിക്കുന്നൊക്കെ നമ്മൾ സ്വപ്നത്തിലാണ്. സ്വപ്നം പോയി കഴിഞ്ഞാൽ ഉള്ളുണർന്നു. ഉള്ളുണർന്നാലോ ആത്മാവായി. അല്ലാതെ ജാഗ്രത എന്ന് പറയുന്ന അവസ്ഥ നമുക്കില്ല. ശരിയായ ജാഗ്രത മുനിക്കേ ഉള്ളൂ. നമ്മൾ ജാഗ്രത എന്നൊക്കെ പറയുന്ന വിഷയങ്ങളിലാവണമെന്നിരിക്കുന്നത്. അപ്പൊ സ്വപ്ന ഉള്ളത്. അത് ചേർത്ത് വെച്ച് എന്തെല്ലാം സ്വപ്നാണെന്നറിയുമോ? അത് ഇങ്ങനെ സ്വപ്നം പെരുകിക്കൊണ്ടിരിക്കും. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇത്രയും പേര്, കുറച്ചു പേരുണ്ട്, ഇത് കുറച്ചുകൂടെ വലുതാക്കണം, ഇത്രയും നല്ല ക്ലാസ്സൊക്കെ ഇങ്ങനെ കുറച്ചു പേർക്ക് മാത്രം ആകരുത്, ഇന്റർനാഷണലായിട്ട് വളർത്തണം, അതിന് നമുക്കൊരു സംഘടനയൊക്കെ വേണം എന്നായിരിക്കും ഒരാൾ സ്വപ്നം. അന്യഥാഗ്രഹണം. ഇത് പഠിക്കുന്നതിനേക്കാൾ മറ്റൊരാൾ കയറി കഴിയുമ്പോൾ ഇത്രയും പേരുണ്ട്, ഇവരെ ആരും ഇൻഷുറൻസിൽ ചേർത്തിട്ടുണ്ടായിരിക്കുകയില്ല. ശരിയല്ല? ഡെയിലി ചിട്ടിയായാല് എന്നും തമ്മിൽ കാണുന്നില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്ത് കളയാം. ഒരു 3-ാം ഞായറാഴ്ച ചിട്ടി, ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ ഒരു ലേലവും, സ്വാമിക്ക് അതിൻ്റെ ഒരു പങ്ക് കമ്മീഷൻ. നഷ്ടമൊന്നുമില്ല. മറ്റേത് ഇത്രയും സ്ഥലമൊക്കെ എറണാകുളം ടൗണിൽ ഇതുപോലൊരു റൂമിന് എന്ത് വാടക കൊടുക്കേണ്ടി വരും? ഒരു ദിവസത്തേക്കാണെങ്കിലും 1000 രൂപ കൊടുക്കേണ്ടി വരില്ലേ? വേണ്ടേ? 1000 രൂപ കൊടുക്കണ്ടേ? ഇത്രയും പേര് വന്നിരുന്ന് അങ്ങ് പോയാൽ മതിയോ? അത് ചായ കുടിച്ചില്ലേ?
ചുമ്മാ കുടിച്ചിട്ടങ്ങ് പോയാൽ മതിയോ? സ്വാമിയാർ ഇത്ര നേരം എന്ന് പറഞ്ഞ് സ്വാമിയാർക്ക് ഒരു പേരും പ്രശസ്തിയോ കിട്ടിയില്ലേ? ഇത് ചുമ്മാ അങ്ങ് പോയാൽ മതിയോ? ഇങ്ങനെ കണക്ക് പോകും. ഒരു കാര്യമുള്ളവരായിരിക്കില്ല. എന്നോടോ നിങ്ങളോടോ മിഷനോടോ ബന്ധമൊന്നും ഇല്ലെങ്കിലും വന്ന് ഇങ്ങനെ കണക്ക് കൂട്ടും. ഇതിനാണ് മണി മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ഇത് കൂട്ടിക്കൊടുക്കുന്നതിന് ഒരു കമ്മീഷൻ വേറെ വേണമെന്നും പറയും. ഇത്രയും കൂട്ടി തന്നില്ലേ? മനസ്സിലായില്ല. ഇതാണ് ലോകം. ഇതിനാണ് അന്യഥാഗ്രഹണം എന്ന് പറയുന്നത്. അപ്പൊ അഗ്രഹണം, അന്യഥാഗ്രഹണം. ഇത് വീടുകളിൽ ചെന്നാലും ഉണ്ട്. ഒരുത്തം വെച്ചിരിക്കുന്ന വീട്, അതിന്റെ മുറ്റത്ത് നിന്ന് നിൽക്കുമ്പോൾ അന്യഥാഗ്രഹണങ്ങൾ ഇഷ്ടം പോലെ വരിക. തന്റെ അഗ്രഹണവും തന്റെ അന്യഥാഗ്രഹണവും, തന്റെ അഗ്രഹണവും അന്യന്റെ അന്യഥാഗ്രഹണവും ഒക്കെ ചേർന്ന് ഈ പ്രപഞ്ചമാകെ വിഷലിപ്തമാണ്. ഇത് രണ്ടുമേ അറിയുള്ളൂ ലോകർക്ക്. അതുകൊണ്ടാണ് സ്വപ്ന ലക്ഷണായാം നിദ്രാലക്ഷണായാം എന്ന് പറഞ്ഞത്. അപ്പൊ അഗ്രഹണമേവം അന്യഥാഗ്രഹണരൂപി നിദ്രയിൽ ജാഗൃതമാണ് ലോകം. നിദ്രയും ജാഗരണവും വിരുദ്ധമാണ്. മനസ്സിലായില്ല? നിദ്രയ്ക്ക് വിരുദ്ധമാ ജാഗരണം. അപ്പോൾ നിദ്രയും ജാഗരണവും വിരുദ്ധമാണ്. നിദ്രയിൽ എങ്ങനെ ജാഗരണം ഉണ്ടാവും? അപ്പൊ ശങ്കരാചാര്യൻ പറഞ്ഞ ഭാഷ്യം പഠിക്കണമെങ്കിൽ അതറിയണം. പണ്ട് ഈ പിള്ളേര് പറയും, ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റാണ് ഞാൻ. മിടുക്കനായ അധ്യാപകൻ ചോദിക്കും, ഏറ്റവും പുറകിൽ നിന്നാണോ? മനസ്സിലായില്ല. അപ്പൊ ഇവരൊന്ന് ചിരിക്കും. എന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ നിന്ന് ഫസ്റ്റാണ്. മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു പ്രയോഗം. അത് ഏറ്റവും മൂർഖനാവുക ഫസ്റ്റ് ആവുക. ലോകം അതിന്റെ ഓട്ടത്തിലാണ്. അപ്പൊ കേൾക്കുമ്പോൾ വിരുദ്ധം എന്ന് തോന്നും. അതുപോലെ ജാഗ്രത്തിലെ നിദ്രയും വിരുദ്ധം. എന്നാൽ യാഥാർത്ഥ്യം നിദ്രയിൽ സദാ മുഴുകുക, അഗ്രഹണത്തിൽ, അജ്ഞാനത്തിൽ. അത് നിദ്രയിലെ ജാഗരണം, നിദ്രാരൂപി ജാഗരണം. നിദ്ര എന്നാൽ തത്വത്തിന്റെ അഗ്രഹണം. ഈ ലോകത്തില് തത്വം ഗ്രഹിച്ചാൽ അത് കേൾക്കുമ്പോഴേ ഗ്രഹിച്ചില്ലെങ്കിൽ പിന്നെ ഗ്രഹിക്കാൻ ഉടനെ ശ്രമിക്കരുത്. ഏത് തത്വം ഗ്രഹിക്കുമ്പോഴും അതാണ് പഠിക്കേണ്ടത്. സ്കൂളിൽ പഠിക്കുമ്പോൾ വിഷയങ്ങൾ പഠിക്കുമ്പോൾ പോലും ഇതാ നിയമം. നന്നായി പഠിക്കണമെങ്കിൽ ഗ്രഹിക്കാൻ നമ്മളുടെ മനസ്സ് പാകമായാൽ യാതൊരു അപഗ്രഥനോ ഇല്ലാതെ ഉള്ളിലാവും. ഇല്ലെങ്കിൽ വെറുതെ കേട്ടോണ്ടിരിക്കുക, വെറും ശ്രവണം. അവിടെ അഹന്ത വന്ന് മനസ്സിലാകുന്നവനേക്കാൾ മനസ്സിലായി എന്ന് കാണിക്കണം എന്നൊരു ധാരണ വരരുത്. എനിക്ക് മനസ്സിലായില്ല എന്ന് സത്യസന്ധമായി മനസ്സിൽ അംഗീകരിക്കുക. ഇതൊക്കെ 1-ാം ക്ലാസ്സിലൊക്കെ പഴയ അധ്യാപകർ പറയുമായിരുന്നു. പണ്ട് കാലത്തെ ഈ എന്താ പറയുക, LPS അങ്ങനല്ലേ എന്ന് പറയാം, അതിലൊക്കെ പെട്ട അധ്യാപകർ പറഞ്ഞു കൊടുക്കും, നീ മനസ്സിലായില്ലെങ്കിൽ മിണ്ടാണ്ടിരി, മൂണ്ടാണ്ടില്ലടാ, നീ കേക്ക്, കുറെ കഴിഞ്ഞ് നിനക്ക് തന്നെ മനസ്സിലാവും, അന്നേ നിനക്ക് മനസ്സിലാവുള്ളൂ. കാരണം മനസ്സിലാകാത്തത് മനസ്സിലായില്ല എന്ന ഒരു ബോധത്തിനകത്തേക്ക് ഇനി മനസ്സിലാവില്ല.
മനസ്സിലാകാൻ എളുപ്പവഴി കേൾക്കുക. ഒരു സമയമാകുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇങ്ങനൊരു നീതിയുണ്ട്. തത്വത്തിന്റെ അഗ്രഹണം. തത്വം ചിലർക്ക് കരതലാമലകം പോലെ മനസ്സിലാവും, ചിലർക്ക് അതിലെ അക്ഷരങ്ങൾ മനസ്സിലാവും. പിള്ളേരെ അക്ഷരം പഠിപ്പിക്കും കുട്ടിക്കാലത്ത്, കേട്ടിട്ടുണ്ടാവും. പിള്ളേരെ അക്ഷരം പഠിപ്പിക്കുമ്പോൾ ചില പിള്ളേരെങ്കിലും ആദ്യം പത്രം വായിക്കുമ്പോൾ കാ രാ കുനിപ്പ്, കാ ദീർഘം, രാ വായിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ബോർഡിൽ എഴുതി ആശാൻ പഠിപ്പിച്ച എങ്ങനെയാ കേട്ടിട്ടില്ലേ? കെട്ടുപുള്ളി പോ പാ, കെട്ടുപുള്ളി പാ ദീർഘം, ഇട്ട വള്ളി, ഇങ്ങനെ വായിക്കാൻ അറിയുള്ളൂ. ഇവനോട് ഇത് പൊട്ടി എന്ന് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? പൊട്ടി എന്ന് പറഞ്ഞു കൊടുത്താൽ അവൻ ഉടനെ പറയാന്ന് പറഞ്ഞാൽ അത് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? സത്യം ഇതല്ലേ? നിങ്ങളല്ലേ പറഞ്ഞത് ഇത് കെട്ടുപുള്ളിയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് പായാണ്, നിങ്ങളല്ലേ പറഞ്ഞത് ദീർഘമാണ്? മനസ്സിലായില്ല. അതുകൊണ്ട് ഇത് ഗ്രഹണത്തിന് അവനവനിലൊരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം ഉണരാതെ മനസ്സിലാവില്ല. ബാഹ്യങ്ങളായ ശബ്ദജാലങ്ങളൊക്കെ ഭ്രാന്തുണ്ടാക്കുന്നതാണ്. അവനവനിലൊരു മെക്കാനിസം ഉണ്ട്, ഇത് തിരിച്ചറിയണം. ആ മെക്കാനിസം വരണം. ആ ഗ്രഹണം വരുന്നവരെ അഗ്രഹണം, നിദ്ര. ഈ നിദ്ര നാളെ ഒന്ന് ഓർമ്മിപ്പിക്കണം നല്ലോരെ അടുത്ത ക്ലാസ്സിൽ. കാരണം അത് നല്ലോരെ പഠിച്ചാൽ, ശങ്കരഭാഷ്യത്തിലെ ആ അംശം പഠിച്ച് യോജിപ്പിച്ചാൽ ചിലപ്പോൾ കുറെ കൂടെ മനസ്സിലാവും. ഇന്ന് അവസാനിപ്പിക്കാം, ബാക്കി അടുത്ത ക്ലാസ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. ഹരി ഓം.